കാലാകാലങ്ങളായി ഇന്ത്യയുടെ വിശ്വസ്ത മിത്രമാണ് റഷ്യ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ ആ എക്കാലത്തെയും വലിയ സുഹൃത്ത് കറാച്ചിയിലേക്ക് സൗഹൃദത്തിന്റെ കൈ നീട്ടിയാൽ നമ്മൾ എന്ത് പറയണം? റഷ്യ ഇന്ത്യയെ ചതിക്കുകയാണോ? അതോ ഇതിന് പിന്നിൽ ചൈനയുടെ കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ റഷ്യൻ ചൈനീസ് അംബാസഡർമാർ സംയുക്തമായി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ചൈനയും റഷ്യയും തമ്മിലുള്ള സൗഹൃദ കരാറിന്റെ 25ാം വാർഷികത്തിലായിരുന്നു ഈ അസാധാരണ നീക്കം. പാകിസ്ഥാൻ തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന പങ്കാളിയാണെന്നും അടുത്ത സുഹൃത്താണെന്നുമാണ് ഇരു രാജ്യങ്ങളും ഇതിൽ വാഴ്ത്തിപ്പാടിയത്. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, ഷാങ്ഹായ് കോർപ്പറേഷൻ തുടങ്ങിയ ആഗോള വേദികളിൽ പാകിസ്ഥാനുമായി ചേർന്ന് കൂടുതൽ സജീവമായി പ്രവർത്തിക്കുമെന്ന റഷ്യയുടെയും ചൈനയുടെയും പ്രഖ്യാപനം ഇന്ത്യയെ സംബന്ധിച്ച് കടുത്ത നയതന്ത്ര ജാഗ്രത ആവശ്യപ്പെടുന്ന ഒന്നാണ്. ദൈനംദിന ചെലവുകൾക്കും വായ്പ തിരിച്ചടയ്ക്കാനും ഗതിയില്ലാതെ IMFന്റെ മുന്നിൽ നിന്നും കൈനീട്ടി നിൽക്കുന്ന പാകിസ്ഥാനെയാണ് ഉയർന്നു വരുന്ന യുറേഷ്യൻ വ്യാപാര ഇടനാഴിയിലെ സുപ്രധാന കണ്ണിയായി ചൈനയും റഷ്യയും പുകഴ്ത്തുന്നത് എന്ന് കേൾക്കുമ്പോൾ ചെറിയൊരു ചിരി നമുക്ക് വന്നേക്കാം. എന്നാൽ ഇതിന് പിന്നിലെ ചൈനീസ് തന്ത്രം വളരെ വലുതാണ്. ഉക്രൈൻ യുദ്ധത്തോടെ പാശ്ചാത്യ ഉപരോധങ്ങളിൽപ്പെട്ട് സാമ്പത്തികമായി ചൈനയെ പൂർണ്ണമായും ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഇന്നത്തെ റഷ്യ. ഈ അവസരം മുതലെടുത്ത് റഷ്യയെ കൊണ്ട് തന്നെ പാകിസ്ഥാന് ആഗോളതലത്തിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കാനുള്ള ചൈനീസ് ഡ്രാഗന്റെ കുബുദ്ധിയാണിത്. ഏഷ്യയിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാനും നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനും ചൈന നടത്തുന്ന വലിയൊരു ഭൗമരാഷ്ട്രീയ നാടകമാണിത്. ഷീ ജിൻപിങ്ങിന്റെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു പാവയായി റഷ്യ മാറിയോ എന്ന് പോലും തോന്നിപ്പോകുന്ന അവസ്ഥ. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ആർക്കും സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ അല്ലെന്ന വലിയ പാഠമാണ് ഈ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. സ്വന്തം അതിർത്തിക്കുള്ളിൽ കൂടുതൽ സുരക്ഷിതരാകാനും ചൈനയുടെ ഈ മാസ്റ്റർ പ്ലാനിനെ നേരിടാൻ കൂടുതൽ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ മെനയാനും ഇന്ത്യ നിർബന്ധിതരാകുകയാണ്. ലോകക്രമം മാറുകയാണ്, അതിനനുസരിച്ച് ഇന്ത്യയും മാറേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.